ശ്രീമതി വിനിത ഹരിഹരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭാരതം ലോകത്തിൻ്റെ ആ ഒരു ഔന്നത്യത്തിലേക്ക് കുതിക്കുകയാണ്. അവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ കാലാകാലങ്ങളായി അവഗണിച്ചുകൊണ്ടിരുന്ന പ്രദേശങ്ങളായി കഴിഞ്ഞാലും മേഖലകളായി കഴിഞ്ഞാലും അതിന് കൃത്യമായ ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വികസന രാഷ്ട്രീയം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ജമ്മു കാശ്മീർ നമുക്കറിയാം കാലാകാലങ്ങളായി അവിടെ ഭീകരത അതിൻ്റേതായ എല്ലാ രീതിയിലും പരിക്കേൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്. അത് NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അവിടെ എല്ലാ തരത്തിലുള്ള ഒരു മാറ്റം, അത് ജനങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള പുരോഗതി ആയിക്കഴിഞ്ഞാലും അവിടുത്തെ ടൂറിസം മേഖലയുടെ പുരോഗതി ആയിക്കഴിഞ്ഞാലും അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഭാരതം എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് ജമ്മു കാശ്മീരിൻ്റെ ജനതയെ കൂടി ചേർത്ത് വച്ച ഒരു ഭരണ തികവാണ്, ഒരു മികവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തിനുമുണ്ടായത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തത്. എങ്ങനെ വിലയിരുത്തുന്നു, എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു നേട്ടം തന്നെയാണ് മോദി സർക്കാരിന്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ കഴിഞ്ഞിട്ട് ലോകം അവിടുത്തെ ആൾക്കാർക്ക് ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ടൂറിസം നിന്നു, നമ്മുടെ അറ്റാക്ക് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെയും ഒരു പേടി പോലെ ഒരു സെന്റിമെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു കാലത്തേക്ക്. പക്ഷെ ഉടനെ തന്നെ നരേന്ദ്രമോദിജി ഇപ്പോൾ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ആ ടെററിസ്റ്റിന് പാകിസ്ഥാനിന് കൊടുക്കേണ്ട മറുപടി കൊടുത്തു. പക്ഷെ അതിന്റെ ശേഷം ഉടനെ തന്നെ ഒരു 1 മന്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത്രയും ഒരു വികസന പദ്ധതികൾ അവിടെ അനൗൺസ് ചെയ്യുന്നത് വലിയൊരു സൈക്കോളജിക്കൽ ബൂസ്റ്റ് ആയിരിക്കും ജമ്മു കാശ്മീരിന്റെ ആൾക്കാർക്ക്. ഇത് വളരെയധികം ഇപ്പോ 11 വർഷം ആവുന്നുണ്ട് മോദി സർക്കാരിന്റെ, അതിന്റെയും കൂടിയും ഒരു സെലിബ്രേഷൻ കൂടിയുമാണ് ഇത്. പക്ഷെ ഇത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ വികസിതം ലൈക്ക് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് അതിന്റെ ഒരു ശരിക്കും ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ കാണുന്നത് ജമ്മു കാശ്മീരിൽ. ഏത് സർക്കാർ ആയാലും ജമ്മു കാശ്മീരിൽ നമ്മുടെ സർക്കാർ അല്ല, പക്ഷെ എന്നിട്ടും മോദി സർക്കാരിന്റെ ഒരു എക്സാംപ്ലിഫൈങ് ഈ യൂണിറ്റി അതിന്റെ ഒരു പ്രതീകം തന്നെയാണ് ഇപ്പോഴത്തെ അനൗൺസ്മെന്റ്സും. അതും വലിയ വലിയ നേട്ടങ്ങളാണ്. ജമ്മു കാശ്മീരിൽ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന്റെ അനൗൺസ്മെന്റ് ആണ്. 46,000 കോടിയോളം അനൗൺസ്മെന്റ്സ് ആയിരുന്നു. വന്ദേ ഭാരത് ട്രെയിൻസ് ആയാലും ചെനാബ് ബ്രിഡ്ജും മറ്റേ അഞ്ചി ബ്രിഡ്ജിന്റെ കുറിച്ചും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാനലിസ്റ്റ്. ഇതൊക്കെ ഒരു എഞ്ചിനീയറിംഗ് മാർവൽസും ഒരു ടൂറിസമിന്റെ വലിയൊരു സിംബോളിക് സ്ട്രക്ചേഴ്സും കൂടിയുമായിട്ട് മാറുന്നുണ്ട്. അത് മാറും. അത് പിന്നെ ജമ്മു കാശ്മീർ ആ ടൂറിസമിന്റെ ഒരു ബൂസ്റ്റ് കിട്ടുക ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ആ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു കാലഘട്ടത്തിൽ അത് മാറാൻ വേണ്ടിയിട്ടും ആ സെന്റിമെന്റിന് മാറാൻ വേണ്ടിയിട്ടും ടൂറിസത്തിന് വീണ്ടും ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ജനങ്ങൾ ഇന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം അവർക്ക് ഒരു ടൂറിസം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മുമ്പ് യൂണിയൻ ടെറിട്ടറി ആവുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിൽ വരുമ്പോൾ എത്രത്തോളം ടൂറിസമിന്റെ പ്രോജക്ട്സ് അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എത്രത്തോളം ടൂറിസം ബൂസ്റ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ ഇന്ന് അവര് റീകളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ പഴയ കാലമൊക്കെ. പക്ഷേ അത് ഉടനെ തന്നെ പ്രൈം മിനിസ്റ്റർ ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഒക്കെ അനൗൺസ് ചെയ്തിട്ട് വലിയൊരു കാര്യം തന്നെയായിരിക്കും ജമ്മു കാശ്മീരിന്. ഇറ്റ്സ് എ ക്രൗൺ ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ ഇന്നത്തെ സ്പീച്ചില്. സോ ദെയർഫോർ ആ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ, ക്രൗൺ ഓഫ് ഇന്ത്യന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതാണ് ഇന്നത്തെ ഒരു അനൗൺസ്മെന്റ്സ് നമുക്ക് കാണേണ്ടത്. ഇപ്പൊ ജമ്മു കാശ്മീരിൽ ഇപ്പൊ IIT ഉണ്ട്, IIM ഉണ്ട്, എയിംസ് ഉണ്ട്. അപ്പോ ഈ ജമ്മു കാശ്മീർ ഇസ് നോ ലോങ്ങർ ആ പഴയ ജമ്മു കാശ്മീർ ഒന്നും അല്ല. നമുക്കിപ്പോ പഴയ ജമ്മു കാശ്മീരിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്ന ടെററിസമും ഭീകരതയും അതിന്റെയൊക്കെ ഒരു സിംബോളിക് ആയിട്ട് ഒരു സ്ഥലമായിരുന്നു. ഒരു ടെററൈസിങ് സ്ഥലം പോലെയാണ് ജമ്മു കാശ്മീർ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കുറെ കാലം. പക്ഷെ വീണ്ടും ഒരു മാറ്റം വന്നു. ഇപ്പൊ ഈ കാലത്ത് മോദി സർക്കാരിന്റെ കീഴിൽ ഇപ്പൊ വന്നപ്പോ അതിന്റെ ഒരു മാറ്റം കാണാൻ കിട്ടി. പിന്നെ വീണ്ടും ഇങ്ങനത്തെ കുറെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് അനൗൺസ് ചെയ്യുമ്പോൾ ഒമർ അബ്ദുള്ള കൂടിയും അവർക്ക് പ്രേസ് ചെയ്യാണ്ട് വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. ഒമർ അബ്ദുള്ള കൂടിയും അവരെ പ്രേസ് ചെയ്തിട്ട് ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴത്തെ ഒരു എൻവയൺമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിലും കുറെ മിനിസ്റ്റേഴ്സ് ഗോൺ ടു വേരിയസ് കൺട്രീസ് ടേക്കിംഗ് അവർ കേസ്, നമ്മുടെ കേസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും ഓപ്പോസിഷൻ ആയാലും എല്ലാ പാർട്ടീസിനും നമ്മൾ അയച്ചിട്ടുണ്ട് മിനിസ്റ്റേഴ്സിനെ. അപ്പൊ അതും സബ്കാ സാത്ത് സബ്കാ വികാസിന്റെ ഒരു സിംബോളിക് ജെസ്റ്റർ തന്നെയാണ്.
സിമരി വിനിത, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കൂടി ശ്ലാഘിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ് പ്രധാനമന്ത്രിയെ, കേന്ദ്ര സർക്കാർ. അതായത് രാജ്യത്ത് എല്ലാ തരത്തിലുള്ള വികസനങ്ങളും കൊണ്ടുവരുമ്പോൾ അത് എല്ലാ വിഭാഗം ജനങ്ങളെയും മുഖവിലേക്ക് കൊടുത്തുകൊണ്ട് അവരുടേതായ എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്ക് നിദാനമായിട്ടുള്ള ഒരു വികസന രീതിയാണ് നരേന്ദ്രമോദി സർക്കാർ കാഴ്ചവെക്കുന്നത്. അത് എതിരാളികൾക്ക് പോലും അംഗീകരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു മികവായി അത് മാറിയിരിക്കുകയാണ് അല്ലേ? പ്രത്യേകിച്ച് ഇവിടെ ജമ്മു കാശ്മീരിൻ്റെ ടൂറിസം മേഖലയായി കഴിഞ്ഞാലും അവിടെ ഇപ്പോൾ നേരത്തെ ഐസനും ഗൗതമം ഇപ്പോൾ താങ്കളടക്കം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കലാപകാരികൾ തെരുവിലിറങ്ങുന്ന, കല്ലും ആയുധങ്ങളും എടുത്ത് തെരുവിലിറങ്ങുന്ന കാഴ്ചകൾ. പക്ഷേ ആ കാഴ്ചകൾ മാറിക്കഴിഞ്ഞു. ഇന്നവിടെ വികസനമാണ് എല്ലാ തരത്തിലായി കഴിഞ്ഞാൽ അവിടെ തദ്ദേശീയരായ ആൾക്കാർക്ക് പോലും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിലേക്ക് അവിടുത്തെ വികസനം എത്തിക്കാൻ മോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാശ്മീർ എന്ന് പറയുമ്പോൾ ടൂറിസത്തിൻ്റെതായ ഒരു മേഖലയാണ്, ഒരു സ്ഥലമാണ്. ആ സ്ഥലം അതിൻ്റേതായ രീതിയിൽ വളർച്ച പ്രാപിക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്, കേന്ദ്ര സർക്കാരിൻ്റെ വികസന നയത്തിന് അംഗീകാരം നൽകിയാണ്. അത് തന്നെയാണ് ഒമർ അബ്ദുള്ളയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഒപ്പം അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം പാകിസ്ഥാനെ വീണ്ടും താക്കീത് നൽകാൻ മറന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭാരതം പോരാടുന്നത് പാകിസ്ഥാനോട് മാത്രമല്ല, ലോകം മുഴുവനുമുള്ള ഭീകരതയോട് ആണ് എന്നതാണ്. അവിടെ പല അർത്ഥതലങ്ങളുമുണ്ട്. കാരണം പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആയുധങ്ങളുമായി, പടക്കോപ്പുകളുമായിട്ടാണ് അവിടുത്തെ സാധാരണക്കാരുടെ ഇടയിലേക്ക് പോലും പോകുന്നത്. പക്ഷെ അവിടെ വികസനത്തിൻ്റെ ആ മനോഹരമായ കാഴ്ചയുമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ, പ്രധാന സേവകൻ, ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ആയുധം കൊണ്ട് നിങ്ങൾ എവിടെയും എത്തില്ല, ഞങ്ങളെ കണ്ടുപിടിക്കൂ, വികസനത്തിൻ്റെ തേരോട്ടത്തിലൂടെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തൂ എന്നുള്ള കൃത്യമായ ഒരു തന്നെയാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അത് പാകിസ്ഥാനോട് മാത്രമല്ല, ലോകത്തോട് തന്നെയല്ലേ? യെസ്, അത് ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റ് നമ്മൾ പാകിസ്ഥാനിന് നല്ലൊരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. നോട്ട് ജസ്റ്റ് ലൈക്ക് പെൻ ഇസ് മൈറ്റിയർ ദാൻ ദ സോർഡ് പറയുന്ന പോലെ വികസനം ഇസ് മൈറ്റിയർ ദാൻ ദ സോർഡ് എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. വികസനമാണ് ഒരു വലിയൊരു തിരിച്ചടി കൊടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നത് പാകിസ്ഥാനിന്. പാകിസ്ഥാന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവരുടെ സമ്പദ് അവസ്ഥ വളരെ മോശമായ ഒരു കണ്ടീഷനിലാണ്. IMF കടം വാങ്ങി അവര് എത്രത്തോളം ആ കൺട്രീനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത്രത്തോളം ഒരു കടത്തിൽ മുങ്ങി കിടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാന്. പക്ഷെ അതേ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ അതേ സമയത്ത് നമുക്ക് ഇൻഡിപെൻഡൻസ്, നമുക്ക് ഇത്രയും വർഷം ഇന്ത്യയും ഇത്രയും എസ്പെഷ്യലി കഴിഞ്ഞ 10 വർഷത്തിൽ നമുക്ക് ഇത്രയും ഒരു പ്രോഗ്രസ് നമുക്ക് കാണിക്കാൻ പറ്റിയിരിക്കുന്നത്. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ട് മാറിയിട്ടുണ്ട്, 5th ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മാറിയിട്ടുണ്ട്, 3rd ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മാറാൻ പോകുന്നു ഇന്ത്യ. ഷിയർ ഹാർഡ് വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ 10-15 വർഷം ഇത്രത്തോളം അധ്വാനിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സ്ഥാനം കിട്ടുന്നത് ലോകത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റീജിയനിൽ നമ്മൾ ഒരു ഷൈനിങ് സ്റ്റാർ ആണ്. ഈ റീജിയൻ മാത്രമല്ല, നമ്മൾ ഫുൾ ഗ്ലോബിൽ തന്നെ ഒരു ഷൈനിങ് സ്റ്റാർ ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യ. ആൻഡ് നമ്മുടെ നെയ്ബർഹുഡ് കൺട്രീസ് നമ്മൾ എപ്പോഴും ഒരു എൽഡർ ബ്രദർ, എൽഡർ ഒരു ഹാൻഡ് ആണ് നമ്മൾ എപ്പോഴും വി ഹാവ് ഷോൺ ദാറ്റ് ഹാൻഡ്, സപ്പോർട്ടിംഗ് ഹാൻഡ്. എസ്പെഷ്യലി ഈവൻ ഡ്യൂറിങ് കോവിഡ് നമുക്ക് ഓർക്കുകയാണെങ്കിൽ ശ്രീലങ്ക അങ്ങനത്തെ കുറേ കൺട്രീസ് നമ്മൾ വാക്സിൻസ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് വീണ്ടും പറയുന്നത്, ആ ഒരു ഫിലോസഫി നമ്മൾ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫിലോസഫി തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മോദിജി ഹാസ് റിസൺ അബവ് ഓൾ പാർട്ടീസ് ആൻഡ് ഓൾ പൊളിറ്റിക്കൽ സിസ്റ്റംസും എല്ലാം എല്ലാത്തിൻ്റെയും ഉപരിയായിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആണ് ഇപ്പോ. ഹി ഈസ് ഇംപ്ലിമെന്റിംഗ് പ്രോജക്ട്സ് അക്രോസ് ദ കൺട്രി. ഓൾവേസ് അങ്ങനെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ 10 വർഷം നോക്കുകയാണെങ്കിലും എല്ലാ സംസ്ഥാനത്തിനും വേണ്ടിയിട്ടും അവരുടെ പെർഫോമൻസ് താങ്കളിലേക്ക്